നമസ്കാരം. പാരിയത്തുകാവ് മറ്റൊരു മുത്തങ്ങയാക്കി മാറ്റുകയാണോ എന്ന ജനങ്ങളുടെ ചോദ്യം ദാ ഇങ്ങനെ നിൽക്കുകയാണ്. സതീശൻ ഇപ്പോഴും ഈ വിഷയത്തിൽ ഇരുട്ടിൽ തപ്പുകയാണ്. ചെന്നിത്തലയുടെ പോലീസ് ഇപ്പോഴും തലങ്ങനും വിലങ്ങനും നടക്കുന്നുണ്ട് പാരിയത്തുകാവിന്റെ സമീപ പ്രദേശങ്ങളിലൂടെ. എന്നാൽ കുടിയൊഴിപ്പിക്കൽ എന്ന പേരിൽ പട്ടികജാതി ഉന്നതിയിലെ ഒരാളുടെ മേത്ത് പോലും ഒരു പോലീസും തൊടാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് ഈ പേമാരിയിലും അവിടെ നമുക്ക് പോകുമ്പോൾ കാണാം ഒരു പറ്റം സഖാക്കൾ ഇങ്ങനെ നിലയുറച്ചു നിൽക്കുകയാണ്. ഞങ്ങളൊന്ന് മാറിയാൽ പോലീസ് അവിടെ കീറുമെന്നും പോലീസ് ആ മണ്ണിലൂടെ അവരെ നേരത്തെ വലിച്ചെടുത്തതുപോലെ വലിച്ചിഴക്കുമെന്നും ചിലപ്പോൾ ഒരുപക്ഷെ മുത്തങ്ങ മോഡലിൽ ഒരു ബുള്ളറ്റ് ദാ ഇവിടെ പലരുടെയും നെഞ്ചത്ത് തറയ്ക്കുമെന്നും ഒക്കെ അവർക്കറിയാം. അതിനൊക്കെ സാധ്യത കളയാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഭരിക്കുന്നത് UDF സർക്കാരാണ്. അവർ അതൊക്കെ ചെയ്തിട്ടുള്ള സർക്കാരാണ്. അതുകൊണ്ട് ഞങ്ങളെ കൊന്ന ശേഷം മാത്രം അവരെ തൊടാൻ കഴിയുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവിടെ സഖാക്കൾ ദാ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അവിടെ നിന്ന് അവർ ഊണും ഉറക്കവും ഒക്കെ മാറ്റിവെച്ച് ആ ജനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ വാർത്തയിലേക്ക് പോവുകയാണ്. ഇന്ന് MV ഗോവിന്ദൻ മാഷ് അവിടെ എത്തിയിരിക്കുന്നു. മാഷ് അവിടെ എത്തിയപ്പോൾ സത്യത്തിൽ വൈകാരികമായ ഒരുപാട് നിമിഷങ്ങളാണ് കാണാൻ സാധിച്ചത്. ഇന്ന് ഞാനത് കണ്ടപ്പോൾ ആലോചിക്കുകയായിരുന്നു. സ്വാഭാവികമായും ഒരു UDFന്റെ നേതാവാണ് അവിടെ വന്നിരുന്നതെങ്കിൽ അവരുടെ മുമ്പിലാണ് ഇവർ ഈ രീതിയിലുള്ള വൈകാരിക പ്രകടനങ്ങൾ കാഴ്ചവെച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അതൊരു റീൽസ് ആയിട്ട് അവർ നല്ല രീതിയിൽ പമ്പ് ചെയ്ത് അത് പ്രൊമോട്ട് ചെയ്ത് ഒരു PR വർക്ക് നടത്തിയേനെ. പക്ഷെ ഇവിടെ റീൽസിന് വേണ്ടി വരുന്നതല്ലല്ലോ സഖാക്കൾ. അങ്ങനെ MV ഗോവിന്ദൻ മാഷ് അവിടെ വരുന്നു. അവർ ഓടി വന്നിട്ട് എന്താണ് പറഞ്ഞതെന്ന് അറിയോ? അതായത് മോനെ, കഴിഞ്ഞ 15 തവണയും ഞങ്ങളെ ഈ പുറത്താക്കാൻ വേണ്ടി പോലീസ് വന്നപ്പോൾ, കുട്ടിയൊഴിപ്പിക്കാൻ വേണ്ടി പോലീസ് വന്നപ്പോൾ ഞങ്ങൾക്ക് സംരക്ഷണം ഒരുക്കി ഒരു മതില് പോലെ ഇതാ ഞങ്ങളുടെ മുമ്പിൽ നിന്നത് ഇവിടുത്തെ മുൻ MLA ആയിട്ടുള്ള PV ശ്രീനിജനാണെന്നാണ്. ഇന്നും ആ മോൻ ഞങ്ങളുടെ ഒപ്പം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ ധൈര്യമായിട്ട് കുറച്ചെങ്കിലും ഇരിക്കാൻ കഴിയുന്നതെന്നാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം എന്താണ് നമ്മുടെ ശ്രീനിജൻ പറഞ്ഞത്? എന്നെ കൊന്ന ശേഷം അതിനുശേഷം മാത്രമേ അവരെ തൊടാൻ പറ്റുകയുള്ളൂ എന്ന് ഒരു മുൻ MLA പറയുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അദ്ദേഹം അങ്ങനെ പറയുകയാണ്. ഇന്ന് ഗോവിന്ദൻ മാഷ് അവരുടെ അടുത്ത് പറയുകയാണ്, ഈ പാർട്ടി നിങ്ങൾക്കൊപ്പം ഉണ്ട്, നിങ്ങൾ ആരും ഇവിടുന്ന് ഒഴിപ്പിക്കാനായിട്ട് ഞങ്ങൾ സമ്മതിക്കില്ല, ഈ കേരളം ഏറ്റെടുത്ത് കഴിഞ്ഞു നിങ്ങളുടെ സമരം എന്നാണ് പറയുന്നത്. അത് കേട്ടപ്പോൾ സത്യത്തിൽ എന്റെ കണ്ണിറങ്ങി എന്നുള്ളതാണ്. വളരെ സന്തോഷം തോന്നി. കാരണം മനുഷ്യൻ തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ അവിടെ നിന്നപ്പോൾ ആലോചിച്ചു പോയി. കാരണം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അവിടെ മുഖ്യമന്ത്രി എത്തി. മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചു പോയി. പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രി സതീശനാകട്ടെ എവിടെയാണ് സമയം അല്ലേ? മൂപ്പരെ മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ ഒപ്പമൊക്കെ പരിപാടി പങ്കെടുത്ത് പല സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങിയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗുരുവായൂരൊക്കെ പോയി തൊഴുതുമൊക്കെ അങ്ങനെ ആസ്വദിച്ച് നടക്കുകയാണ്. ഈ മധുവിധു അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സ്വന്തം ജില്ലയിൽ ഇത്തരത്തിലൊരു അഴിഞ്ഞാട്ടം UDFന്റെ പോലീസ് കാണിച്ചു കൂട്ടുമ്പോൾ ഒന്ന് അവിടെ വരെ ചെന്ന് ആ അമ്മയുടെ കണ്ണുനീരൊന്ന് ഒപ്പാൻ, അല്ലെങ്കിൽ അവിടെയുള്ള ആ ആളുകളുടെ ആ സങ്കടം ഒന്ന് കേൾക്കാൻ VD സതീശന് കഴിയുന്നില്ല എന്നുള്ളത് ഏറെ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണെന്ന് പറയാതെ വയ്യ. എന്തൊക്കെ റീലാണല്ലോ ഇറങ്ങുന്നത്. ഒരമ്മാളമ്മ ചെല്ലുന്നു, അമ്മാളുമ്മയെ ചെന്നിട്ട് കെട്ടിപ്പിടിക്കുന്നു, അങ്ങനെ കുറെ വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടു. പക്ഷേ അതൊക്കെ വെറും നാടകമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മൾക്ക് ആവശ്യം കേരളത്തിന്റെ മുഖ്യമന്ത്രി പാരിയത്തുകാവിൽ വരിക എന്നുള്ളതാണ്. പാരിയത്തുകാവിലേക്ക് പല ശിങ്കടികളേക്ക് അയച്ചു. റോജീൻ അയച്ചു, VP സജീന്ദ്രൻ അയച്ചു, അങ്ങനെ കുറെ ആളുകളൊക്കെ ഒന്ന് കുറെ റീലൊക്കെ എടുത്തിട്ട് പോയി. പക്ഷെ പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നും ഉണ്ടായില്ല. ഇപ്പോഴും എന്താണ് സംഭവം? ആ വിഷയത്തിൽ സർക്കാരിന് കാര്യക്ഷമമായി ഇടപെടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴും എന്താണ് കോടതിയോട് പറഞ്ഞിട്ടുള്ളത്? അതെ, ഞങ്ങൾക്ക് കുറച്ച് സമയം അനുവദിക്കണമെന്നാണ്. ഈ സമയം അനുവദിക്കണമെന്ന് പറയുന്നത് എന്താണ്? അതായത് അവരെ ഒഴിവാക്കും എന്ന് തന്നെയല്ലേ? ഒഴിവാക്കാൻ പറ്റില്ലെന്നല്ലല്ലോ പറയുന്നത്. ഞങ്ങൾക്ക് നിങ്ങളെ അവിടെ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ ഇവിടുന്ന് കുടിയൊഴിപ്പിക്കാൻ കഴിയില്ല എന്ന് ഏതെങ്കിലും ഒരു നേതാവ് അവിടെ വന്നിട്ട് പറയുന്നുണ്ടോ? ഏതെങ്കിലും UDF നേതാക്കൾ പറയുന്നുണ്ടോ? ഇല്ല. പക്ഷെ അവിടെ പറയുന്നുണ്ട്, ഭരണമില്ലാത്തപ്പോഴും CPM പറയുന്നുണ്ട്, ഭരണമുള്ളപ്പോഴും പറയുന്നുണ്ട് CPM. അതായത് ഇവരെ കുടിയൊഴിപ്പിക്കാൻ വരുമ്പോൾ ഇതിവിടെ നടക്കില്ല ഈ മണ്ണിൽ എന്ന് തന്നെയാണ് പറയുന്നത്. അന്ന് ആലോചിച്ച് നോക്കണം. LDF ഭരിക്കുമ്പോൾ തന്നെയാണ് ഈ 15 തവണ ഇവിടെ വരുന്നത്. ഈ 15 തവണ ഇവിടെ ഈ വരുമ്പോഴും സ്വാഭാവികമായിട്ടും ഇവരെ മടക്കി വയ്ക്കുകയാണ്. അത്ര വലിയ വിമർശനങ്ങൾക്ക് ഒരു വിധേയമാക്കാവുന്ന അല്ലെങ്കിൽ വിധേയമാക്കപ്പെടുന്ന ഒരു സംഭവമാണ് ഈ ഇടത് സർക്കാരിന്റെ MLA ഭാഗത്തുനിന്നും ആ സർക്കാരിന്റെ ഭാഗത്തുനിന്നും മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അതൊന്നും വകവെക്കാതെ ജനമാണ് വലുത്, മനുഷ്യനാണ് വലുത്, മനുഷ്യന്റെ അവകാശങ്ങളാണ് വലുത് എന്നൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർക്കൊപ്പം നിന്നു എന്നുള്ളതാണ്. അതായത് ജനിച്ച മണ്ണിൽ അന്തിയുറങ്ങാൻ വേണ്ടിയുള്ള കൊതി കൊണ്ടാണ് ഇവർ സമരം ചെയ്യുന്നത്. അത് നന്നായിട്ട് അന്നത്തെ സർക്കാരിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ 10 വർഷം ഈ ഇത്തരത്തിൽ സമരമുഖത്തുണ്ടായിരുന്ന ഒരാളെയും അടിച്ചമർത്താതെ, ഒരു രീതിയിലുള്ള അവർക്കെതിരെ നായാട്ടും നടത്താതെയൊക്കെ അവർക്കൊപ്പം ആ സർക്കാർ നിന്നത്. പക്ഷെ അതാ പെട്ടെന്ന് സർക്കാർ മാറി മറിഞ്ഞു 3-ാം ദിനമാണെന്നേ നമ്മുടെ കേരളത്തിൽ ഒരു മുത്തങ്ങ മോഡൽ, ഒരു മിനി മുത്തങ്ങ മോഡൽ രീതിയിലുള്ള ഒരു ആക്രമണമൊക്കെ പദ്ധതിയിട്ട് അവിടെ വന്ന് ഇത്തരത്തിലൊരു അഴിഞ്ഞാട്ടം നടത്തുന്നത് ഏറെ ദൗർഭാഗ്യകരം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല.
മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്നൊരു പ്രതികരണം ഈ വിഷയത്തിൽ നടത്താൻ കഴിയുന്നുണ്ടോ? എന്തെങ്കിലും ഒരു പ്രതികരണം ഈ സമയം വരെ വി ഡി സതീശൻ നടത്തുന്നുണ്ടോ? മാത്രമല്ല ഏതെങ്കിലും മാധ്യമങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ചെറുതായിട്ടുള്ള ലളിതമായിട്ടുള്ള ചോദ്യമെങ്കിലും മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നുണ്ടോ? ഇല്ല. അതാണ് വലതുപക്ഷ മാധ്യമത്തിന് ഇവിടുത്തെ മാധ്യമങ്ങൾ കൊടുക്കുന്ന പ്രിവിലേജ് എന്ന് പറയുന്നത്. ദളിത് ശബ്ദം, ആ ശബ്ദത്തെ അടിച്ചമർത്തുന്ന ഒരു വലിയ വിഭാഗത്തെ കൂടി നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ഈ സർക്കാരിന്റെ ദളിത് സമീപനം ഇതാണോ എന്ന് പോലും ചോദിച്ചു പോവുകയാണ്. അത്തരത്തിലേക്കൊക്കെയാണ് ഈ സംഭവങ്ങൾ ഇപ്പോൾ കൊണ്ടുപോയി എത്തിക്കുന്നത്. 2-3 ദിവസം കഴിഞ്ഞാൽ വരാൻ പോവുകയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അദ്ദേഹം കൂടി വന്ന് ഈ സമരപ്പന്തലിലിരുന്ന് ഈ സമരത്തിന്റെ മുന്നിൽ നിന്ന് അദ്ദേഹം എന്തായാലും ഈ ജനങ്ങൾക്ക് വേണ്ടി, ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി ശബ്ദം ഉയർത്തുന്നതോടുകൂടി തന്നെ ഈ കേരളത്തിലുള്ള സകലമാന ആളുകളും പാരിയത്തുകാവിലെ ജനങ്ങൾക്ക് വേണ്ടി കളത്തിലിറങ്ങും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അപ്പോഴും വി ഡി സതീശൻ മിണങ്ങസ്യ എന്ന മൂഡിലായിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഈ പൂക്കി മന്ത്രിക്ക് ഈ സമയം വരെ എന്തെങ്കിലുമൊക്കെ പറയാമായിരുന്നല്ലോ, ഒന്നും പറയുന്നില്ല. മാത്രമല്ല ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം, പട്ടികജാതി MLA തന്നെയാണ് അവിടെ ഉള്ളത്. ഇദ്ദേഹം അവിടെ വരുന്നു, ജനങ്ങളുമായിട്ടൊക്കെ സംസാരിക്കുന്നു, അത് റീലെടുക്കുന്നു, ഇവരെ പ്രവർത്തകരൊക്കെ പമ്പ് ചെയ്യുന്നു. മാത്രമല്ല മാധ്യമത്തിലിരുന്ന് ഇടതുപക്ഷത്തെ അവർ ചീത്ത വിളിക്കുകയാണ്. ഇടതുപക്ഷം അവിടെ ഉള്ളത് കൊണ്ടാണല്ലോ ഇപ്പോഴും അവിടെ ആ ജനങ്ങൾ അതുപോലെ അന്തി തുടങ്ങുന്നത്. അന്ന് ഈ പോലീസ് വരെ തടയാൻ വന്നപ്പോൾ ഒരു സഖാവ് പോലും ആ പോലീസിനെ തടയാതിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ജസ്റ്റ് ചിന്തിച്ചു നോക്ക്, എന്താക്കുമായിരുന്നു ആ പാരിയത്തുകാവിനെ ഈ പോലീസുകാർ, UDF സർക്കാർ എന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇവർ മുത്തങ്ങ സമരത്തിന് നേരെ വെടിയുതിർത്തവരാണ്, അത് സഖാക്കൾക്കറിയാം. അതിവിടെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവർ ആ രീതിയിൽ അവിടെ പ്രതിരോധം തീർത്തത്. എന്നിട്ടും പോലീസ് അവിടെ വലിയ രീതിയിലുള്ള ലാത്തി ചാർജും അതും ഇതുമൊക്കെ നടത്തി അവരെ ക്രൂരമായി വർദ്ധിച്ചു. മക്കളുടെ മുമ്പിലിട്ട് വരെ പല മാതാപിതാക്കളെയും പോലീസ് ക്രൂരമായിട്ട് അടിച്ച് അവരെ പദം വരുത്തി എന്നുള്ളതാണ്. മക്കളുടെ മുമ്പിലിരുന്നാണെന്ന് ആലോചിച്ച് നോക്കണം. അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ അവർ കാണിച്ചു കൂട്ടി. അപ്പോഴും സഖാക്കൾ ഇവരെ പിടിച്ചു മാറ്റുന്നുണ്ടായിരുന്നു. അതിനിടയിൽ സഖാക്കൾക്ക് അടി കിട്ടുന്നുണ്ട്, അവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എന്നിട്ടും ദേഷ്യം തീരാത്ത ചെന്നിത്തലയുടെ പോലീസ് 50 പേർക്കെതിരെ ഇപ്പൊ കേസെടുത്തിരിക്കുന്നു. എന്നാൽ ഇതിന് മുൻകാലങ്ങളിലൊക്കെ ഈ പറയുന്നത് പോലെ സമരം ചെയ്ത ആർക്കെതിരെയും ഇതുപോലെ പിണറായി വിജയന്റെ പോലീസ് കേസെടുത്തിട്ടില്ല കേട്ടോ. അതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. എന്തായാലും പാരിയത്തുകാവ് സംഭവത്തിൽ ആ ജനങ്ങൾക്ക് നീതി കിട്ടിയേ മതിയാകൂ. അവർ സമരം നടത്തുമ്പോൾ ആ സമരത്തിനെതിരെ മുഖം തിരിക്കുന്ന സർക്കാരിന്റെ സമീപനം അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അത് ഭൂമാഫിയകളെ വലിയ രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന, ഭൂമാഫിയകൾക്ക് വളമിട്ട് കൊടുക്കുന്ന ഒരു സമീപനമായി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ഇതിന് പിന്നിലുള്ള സർക്കാരിന്റെ താല്പര്യം അത് ഭൂമാഫിയകൾക്ക് വേണ്ടിയുള്ള, റിയൽ എസ്റ്റേറ്റ് മാഫിയകൾക്ക് വേണ്ടിയുള്ള ഒരു സമീപനമാണോ, അല്ലെ അവർക്ക് ഒരു വലിയ രീതിയിൽ തന്നെ ഗുണം ചെയ്യുന്ന രീതിയിലുള്ള നിലപാടാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഈ സമയം വരെ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് അദ്ദേഹത്തിന് അവിടെ ചെല്ലാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളുമൊക്കെ അരിയാഹാരം തന്നെയല്ലേ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങൾ ചോദിക്കില്ല. കാരണം നമ്മുടെ പൂക്കി മിനിസ്റ്റർക്ക് അത് സങ്കടമായാലും ഇതിപ്പോ ഇടതുപക്ഷ സർക്കാർ വല്ലതും ആയിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? കേരളം നിന്ന് കത്തിയാനെ. മാധ്യമങ്ങളിൽ മാരത്തോൺ അന്തിച്ചർച്ചകൾ നടത്തി എല്ലാ കഥകളൊക്കെ പടച്ചു വിടുമായിരുന്നു. പക്ഷെ ഇവിടെ നമുക്കറിയാമല്ലോ, സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഭരിക്കുന്നത് UDF സർക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയാണ് എന്നാണ് പറയുന്നത്. എന്തായാലും ഇന്ന് MP ഗോവിന്ദൻ മാഷ് അവിടെ എത്തിയപ്പോൾ ആ ജനങ്ങളുമായിട്ട് നടത്തിയ ചില സംസാരങ്ങളുടെയൊക്കെ വീഡിയോ ഒക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൂടി നമുക്കൊന്ന് കാണാം. അത് കാണേണ്ടതാണ്. കാരണം മനുഷ്യൻ തിരിച്ചറിയുന്ന വീഡിയോകൾ ഈ സർക്കാർ കാണുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. കേട്ടോ, ഏത് പരിസ്ഥിതിയും ഈ ഭൂമിയിൽ നിന്ന് ഒഴിപ്പിക്കാൻ ഒരാളെയും അനുവദിക്കില്ല കേട്ടോ. സാരല്ല, വേദന മാറിക്കോളും, അത് നമുക്ക് ശരിയാക്കാം. പിടിച്ചമർത്തി ഞാൻ പറഞ്ഞു പിടിപിടി എൻ്റെ കൈ ഒഴിഞ്ഞാൽ സീരിയൊക്കെ എനിക്ക് വേദന എടുക്കുന്നു പറഞ്ഞു. ഞാൻ അവരുടെ ഈ കൈ കൂടെ അടിച്ചു. എന്നിട്ട് അവർ വിടൂല. ഞാൻ രണ്ടുപേരും പിടിച്ചിട്ടേക്കണവരോട് അവർ വിടൂല. ഞാനത് പിടിച്ച് വലിക്കുമെന്ന് അവരുടെ പേര് വിടില്ല. അങ്ങനെ 2 ദിവസം ലീവ് നമുക്ക് ചെറുക്കണം കേട്ടോ, ധൈര്യത്തിലിരിക്കണം, ധൈര്യം പോണം. ഇത് ഇവിടുത്തെ 2ാമത്തെ വരികയാണ്. ശരി, 2ാമത്തെ പോലീസ് മോളാണ് കാര്യം ചേർത്ത് നീര് പറ്റിയ ആശുപത്രി വീട്ടിലിരിക്കാൻ വന്നില്ല. അവർ കയ്യും കാലും പിടിച്ച വണ്ടി കയറ്റിക്കൊണ്ടേ. പിന്നെ എൻ്റെ കാലിനും കൈക്കും പറ്റി